ഓക്കെ, സോ നമ്മൾ മോഡ് പഠിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊന്നും. സോ നമുക്ക് എന്താണ് മോഡ് എന്നുള്ളതും കൂടെ ഒന്ന് എക്സാമിന് മുന്നേ ഒന്ന് നോക്കാം. സോ മോഡ് എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ. ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ മോഡ് എന്ന് പറയും. ഓക്കെ, ഫോർ എ റോ ഡേറ്റ, ഒരു സാധാരണ എന്താണ് ഒരു ഗ്രൂപ്പ് അല്ലാത്ത ഒരു റോ ഡേറ്റയിൽ ഇങ്ങനെ തന്നിരിക്കുകയാണ് 2 3 4 2 1 2 3 5 ഇങ്ങനെ തന്നിരിക്കുമ്പോൾ എത്ര 2 ഉണ്ട്? ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് ടൂസ്. 1 2 3. സോ നമ്പർ ഓഫ് ടൂസ് എന്ന് പറയുന്നത് 3 ആണ്. എത്ര 3 ഉണ്ട്? 2 ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് ഏത് നമ്പറാണ്? ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് 2 എന്ന് പറയുന്ന നമ്പറാണ് അല്ലെ. അപ്പൊ ആ കൂടുതൽ എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നു ആ നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ അവിടുത്തെ മോഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ മോഡ് ഓഫ് ദിസ് ഡേറ്റ? ഈ ഡേറ്റയുടെ മോഡ് 2 ആണ്. സിമ്പിൾ ആണ്. അപ്പൊ റോ ഡേറ്റ മോഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, അവിടുത്തെ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന ഏത് നമ്പറാണോ അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ എന്താണ് ക്വാണ്ടിറ്റി ആണോ അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, മോഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മോഡ് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് റോ ഡേറ്റയിൽ ഇങ്ങനെ പറയാം. ഇനി റോ ഡേറ്റയ്ക്ക് പകരം ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ ഒന്ന് നോക്കിയോ. സോറി, ഗ്രൂപ്പ്ഡ് അല്ല, അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. സോറി, ഫോർ എക്സാമ്പിൾ മാർക്ക്, അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മാർക്ക് എത്രയാണ്? 20, അതുപോലെ 30 40 50. അങ്ങനെയാണെങ്കിൽ 20 കിട്ടിയ എത്ര? 5 പേര്, 30 കിട്ടിയ 7 പേര്, 40 കിട്ടിയ 3 പേര്, 50 കിട്ടിയത് എത്രയാ? 4 പേർക്ക്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഏതാണ്? 30 ആണ് അല്ലെ. കാരണം 30 കിട്ടിയ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് എത്രയാണ്? ദ മോഡ് ഹിയർ ഇസ് ഹൗ മച്ച്? ദ മോഡ് ഈസ് വാട്ട്? 30. അപ്പോൾ സാധാരണ ഇങ്ങനെ തന്നിരുന്നാലും ഡേറ്റ ഇങ്ങനെ തന്നിരുന്നാലും എന്താണ്, നമുക്ക് മോഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? എന്തെടുത്താൽ മതി, ഏറ്റവും കൂടുതൽ അവിടെ ഒക്കർ ചെയ്യുന്നത് ഏതാണോ അതിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ ഈ പറയുന്ന ക്ലാസ് ഇന്റർവെൽ വരുമ്പോൾ, ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ ക്ലാസ് ഇന്റർവെൽ വരുമ്പോൾ ഇപ്പോ നമ്മുടെ ഈ ചോദ്യം കണ്ടതാ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ചോദ്യം, അതിൽ ക്ലാസ് ഇന്റർവെൽ ഫ്രീക്വൻസി, അങ്ങനെ 2 ക്ലാസ് ഇന്റർവെല്ലിൽ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ഇവിടെ ഏറ്റവും കൂടുതൽ ഇതല്ലേ 20 ആണ്, പക്ഷെ അതൊന്നും ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ 20 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? 20 to 30 ഇടയിലുള്ള എന്ത് വേണോ വരാമല്ലോ അല്ലെ. ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 20 and 30. അതിൽ ഏതാണ് ഫിക്സഡ് വാല്യൂ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ മീൻ കണ്ടുപിടിക്കണം, മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഇവരെവിടെ പറഞ്ഞിട്ടുണ്ട്, യൂസിങ് വാട്ട്? ഹിസ്റ്റോഗ്രാം. ഒരു ഹിസ്റ്റോഗ്രാം വരച്ച് വേണം നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ. സോ ഹിസ്റ്റോഗ്രാം എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമല്ലോ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ് ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ്. സാധാരണ ഡേറ്റ തന്നിട്ട് നിങ്ങൾ അതിനെ എന്താകുന്നു, ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ അതിനെ മാറ്റുന്നു. സോ ഇവിടെ 0, 10, 20, 30, 40, 50. ഇനി ഫ്രീക്വൻസി ഞാൻ ഇവിടെ എത്രയാണ്? ഏറ്റവും ഹയസ്റ്റ് 20 അല്ല. അപ്പൊ നമുക്കൊരു 2 ഇട്ട് പോവാം. 2 4 6 8 10 12 14 16 18 20. ഓക്കെ, അപ്പൊ അങ്ങനെ അത് എഴുതി. ഇനി ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നിങ്ങൾ സാധാരണ നിങ്ങൾ പണ്ട് ചെയ്യുമ്പോൾ തന്നെ റെക്ടാംഗിൾ ആയിട്ട് അങ്ങ് വരയ്ക്കുക. 0 to 10 5 അല്ലേ. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഇവിടെ വരച്ചിട്ട് അടുത്തത് 10 to 20 എത്ര? 12 ആണ്. 12 എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പൊ 0 to 20 വരച്ചിട്ടു. അടുത്ത 10 to 20 വരച്ചു. അടുത്ത 20 to 30 എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പോൾ അത് ഇവിടെ മുകളിൽ. ഓക്കെ, അടുത്തത് 20 to 30 20. അടുത്തത് 30 to 49. അടുത്തത് 40 to 54. ഓക്കെ, അപ്പൊ ഇത് എത്ര നമ്മൾ വരച്ചു. ആദ്യം അപ്പൊ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞു.
നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിനൊന്നും മാർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഹിസ്റ്റോഗ്രാം ഒക്കെ വരച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പാടാം. ചോദിക്കാം, ഇല്ലായൊന്നുമില്ല. ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഫ്രീക്വൻസിയിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 20 ആണ്. ആ 20 ഏത് ക്ലാസ് ഇന്റർവെല്ലാണ്? 20 to 30. സോ ഈ 20 to 30 നമ്മൾ വിളിക്കുന്നത് മോഡൽ ക്ലാസ് എന്നാണ്. എന്ത് ക്ലാസ് എന്നാണ് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് വാട്ട്? ദ മോഡൽ ക്ലാസ്. വി കോൾ ഇറ്റ് ആസ് വാട്ട്? ദ മോഡൽ ക്ലാസ്. അപ്പൊ ഈ 20 to 30 ഇതുണ്ടല്ലോ, ഈ റെക്ടാങ്കിൾ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ആക്ച്വലി മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡൽ ക്ലാസ്. ഇനി ചെയ്യാനുള്ളത്, ഈ മോഡൽ ക്ലാസ്സിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ മോഡൽ ക്ലാസിന്റെ ഈ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ല. രണ്ടും കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു പോയിന്റ്. യെസ്, ആ പോയിന്റിൽ നിന്ന് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴോട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. താഴോട്ടൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ആ താഴോട്ട് ആ ലൈൻ നേരെ വരച്ചു വരുമ്പോഴത്തേക്കും ഇത് 20യുടെയും 30യുടെ ഇടയിൽ എന്താണ്? ഒരു 25ലോ അല്ലെങ്കിൽ 24ലോ ആയിരിക്കും വന്ന് എന്ത് ചെയ്യുന്നത്? വീഴുന്നത്. അപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എടുക്കാം? നമുക്കവിടെ 24 ആണെന്ന് എടുക്കാം. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ എല്ലാം ബാക്കിൽ അടിച്ച് കാണിച്ചു തരാം. ഇപ്പോ നിങ്ങൾ ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിന്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് താഴോട്ട്, അതുപോലെ ടോപ്പ് റൈറ്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിനെ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? സോറി, അത് കാണാനില്ലല്ലോ. ഓക്കെ, ആ പോയിന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കുക. ഓക്കെ, താഴോട്ടൊരു ലൈൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് എവിടെ ആയിരിക്കും? ഗ്രാഫിന്റെ ആ ഒരു 25ലോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 24ലൊക്കെ ആയിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് എത്രയാണെന്ന് എഴുതാം. ആ വാല്യൂ ആണ് നമുക്ക് അവിടെ മോഡ് എന്ന് എഴുതാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ ചോയ്സിൽ വരാൻ ചാൻസ് കുറവാണ്. എന്നാലും ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നീട് എന്തായാലും നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് പഠിക്കണമല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സാമിന് മുന്നേ നിന്നത് ഈ ഒരു ചോദ്യവും വേറെ ഒരെണ്ണവും കൂടെ, ഈ ചോദ്യവും പിന്നെ ഒരെണ്ണവും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ക്ലാസ് എക്സാമിന് മുന്നേ എനിക്ക് വാട്സാപ്പ് ചെയ്യുക.